ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഏവരും കാത്തിരുന്ന ജെയ്മെന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും നല്ല അടിപൊളി റിസൾട്ട് ആണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എഡ്യൂപോർട്ടിലും വളരെ നല്ല റിസൾട്ട് ആണ്. സോ അത് കഴിഞ്ഞ് കുട്ടികൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ജെയ് അഡ്വാൻസിനുള്ള കട്ട് ഓഫ് പെർസെന്റേജ് എത്രയാണെന്ന്. നമ്മൾക്കറിയാം, നമ്മളെ പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ ടോപ്പ് വരുന്ന 2.5 ലക്ഷം കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് ജെയ് അഡ്വാൻസ്. നമ്മുടെ IIT-യിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റും കൂടിയാണ്. ഇതിനെ നോക്കിയാൽ മനസ്സിലാകും, നിങ്ങളുടെ റിസൾട്ട് കാർഡിൽ അതിന്റെ കട്ട് ഓഫ് പെർസെന്റേജ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാറ്റഗറി വൈസ് കട്ട് ഓഫ് ആണ്. ജനറൽ കാറ്റഗറിയിൽ തന്നെ EWS, ഇക്കണോമിക് വീക്കർ സെക്ഷൻ, പിന്നെ OBC കട്ട് ഓഫ്, SC/ST, അങ്ങനെ വേറെ കട്ട് ഓഫ് വൈസ് ആണ് അല്ലെ. നമ്മളെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് വൈസ് ആണ്. അപ്പൊ അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിലിടാം, ജസ്റ്റ് ഒന്ന് പറയുകയും ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് നമ്മളെ ജനറൽ കാറ്റഗറിക്ക് വന്ന കട്ട് ഓഫ് 93.41 ആണ്. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ, 93.41. ആൻഡ് ജനറൽ കാറ്റഗറിയിൽ തന്നെ ഇക്കണോമിക് വീക്കർ സെക്ഷൻ EWS കാറ്റഗറിയിൽ വന്നത് 82.41 ആണ്. OBC NCL 80.92. ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC കാറ്റഗറിയിൽ വന്നത് 63.91. ഷെഡ്യൂൾഡ് ട്രൈബ് ST 52.01. ആൻഡ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി വന്നത് 0.0023 ആണ്. സോ ഇപ്പോൾ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്ത കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളൊന്നും നിരാശപ്പെടേണ്ട. നമുക്കിനി കീം പരീക്ഷയുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. കുസാറ്റ് പരീക്ഷ, VET ഒക്കെ നടത്താനുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട്. കാരണം നമ്മൾ എൻട്രൻസ് പരീക്ഷ എന്നത് പറയുന്നത് 99% ഹാർഡ് വർക്കും ഒരു 1% ലക്കും കൂടിയാണ്. ചിലപ്പോ അന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടാവും. ആ ഒരു ലക്കിന്റെയും കൂടി ജസ്റ്റ് ഒരു അല്ലെ, അതും കൂടി വേണം. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും അതും കൂടി വേണം. സോ നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. ഇനി ഒരുപാട് എൻട്രൻസ് എക്സാമും കാര്യങ്ങളും റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.